ഈ പാത്രം കൂടെ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ ലാസ്റ്റ്. ഇന്ന് മിക്കവാറും ഇടിയും മഴ ഉണ്ടാവും. അതെന്ത്? ചേച്ചി പാത്രം കഴുകല്ലേ? നീ കളിയാക്കാൻ വന്നാ? ഉള്ള അപൂർവമായ കാഴ്ച കണ്ടിട്ട് പറഞ്ഞല്ലേ വിട്ടുകളാ. മാമനും മോളും കൂടെ കുറെ നേരം ഒട്ടി നടക്കണേ, എന്താണ് കാര്യം? ഞാൻ അവക്ക് പടവലത്തെ പഴയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കായിരുന്നു. അല്ലേ മക്കളെ? പടവലത്തെ പഴയ കാര്യങ്ങളാ? എന്ത് കാര്യങ്ങള്? അമ്മ തവളെ കണ്ട് പേടിച്ചോടിയ കഥ. അതേത് കഥ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അത് വേറെ കഥ. നീ പണിയെടുക്ക്. എന്റെ പണിയൊക്കെ കഴിഞ്ഞു മാമ. ആ കഥ ഏതാ? പണ്ട് നിന്റെ അമ്മ പടവലത്തെ ഒറ്റത്തടി പാലം ഉണ്ടല്ലോ, അതുവഴി ഇങ്ങനെ നടക്കുകയായിരുന്നു. അതുവഴി നടന്നപ്പോഴത്തേക്കൊണ്ട് മുന്നിൽ ഒരു തവള. അപ്പൊ അമ്മ അപ്പൂൻ്റെ അടുത്ത് ചോദിച്ചു, തവള കടിക്കുമെന്ന്. അപ്പൊ അപ്പൂപ്പൻ പറഞ്ഞേ, തവള കടിച്ച് പറിക്കുമെന്ന്. എൻ്റെ അമ്മ പേടിച്ചു. ഈ തവള ഉണ്ടല്ലോ, അപ്പൊ തന്നെ നിന്റെ അമ്മയുടെ പുറത്തോട്ട് എടുത്ത് ചാടുകയും ചെയ്ത് ഞാൻ പേടിച്ച് നിലവിളിച്ച് ഒറ്റ കരച്ചില്. ആ കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആണോ അമ്മ? കരഞ്ഞിട്ട് മാത്രമല്ല, നേരെ ചെളിയിൽ ചാടി. അയ്യേ, ചെളി വീണ? പിന്നെ ചെളി ചാടിയതാണോ നീ തള്ളിയിട്ടാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ തള്ളിയിട്ടാ. തവള ചാടിയപ്പോഴത്തേക്ക് ചേച്ചി നേരെ എടുത്ത് ചെളിയിലോട്ട് വീട്. ഇനിയുണ്ട് അതേപോലത്തെ എല്ലാ കഥകള്? ഇവന്റെ കുറെ കഥകളാണ്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതെ, പിന്നെ ആക്കണ എന്തിനാ? ഇപ്പൊ തന്നെ പറ. വേണ്ട, ഇപ്പൊ പറയാൻ ശരിയാവില്ല. ആഹാ, ഇന്ന് ഭയങ്കര ഹാപ്പിയാണല്ലോ. അതെ, ഹാപ്പിയാണ്. ഇതല്ലേ കാര്യം പറ. സൈറ്റിൽ നിന്നേ കോൺക്രീറ്റ് ചെയ്യേണ്ട പൈസ കിട്ടി. സാധാരണ ഇത്ര പെട്ടെന്ന് കിട്ടാറില്ലല്ലോ. അയാൾ പറ്റിക്കാന്ന് വിചാരിച്ചു, പക്ഷെ അയാൾ മുഴുവൻ പൈസ തന്നു. ആ പൈസ കിട്ടിയിട്ട് തന്നെ അളിയന്റെ ശമ്പളം അല്ലേ ഇത്? ഇല്ല, ശമ്പളത്തിന്റെ ഇവിടെ ലാഭവിഹിതവും കൂടെ കിട്ടിയത് കൂട്ടിക്കോ. ഇവ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. എന്തോന്ന് ചേച്ചി, അളെ സന്തോഷത്തോടെ ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ്? അച്ഛൻ്റെ കയ്യിൽ പൈസ വരുന്നതും തിരുമാല വരുന്നതും ഒരേപോലെയാണ്. അത് നീ അങ്ങനെ പറഞ്ഞേ? വരികയും ചെയ്യും, അതേപോലെ തന്നെ അങ്ങ് പോവുകയും ചെയ്യും. രാവിലെ ഒരു സന്തോഷത്തോടെ ഒരു കാര്യം പറഞ്ഞപ്പോ പറഞ്ഞിട്ട് അളിയ അവരുടെ ധാരണ തിരുത്തണം. കുടുംബത്തിന് വേണ്ടി ആ പൈസ ചെലവാക്കണം. ശരി, നിന്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ആ പൈസ ഞാൻ കുടുംബത്തിന് വേണ്ടി എന്താവശ്യം ചെലവാക്കും. ശരിക്കും? ശരി, വാക്ക് പറ്റില്ലല്ലോ. ഞാൻ പല ബാലിന് ഒറ്റ വാക്കേ ഉള്ളൂ. ആ വാക്ക് ഇടക്കിടയ്ക്ക് മാറിപ്പോവും, മാത്രമേ ഉള്ളൂ. സാരല്ല, കാര്യമൊക്കെ. നിങ്ങളായിട്ട് ഇടങ്കോലിട്ടില്ലെങ്കിൽ ബാലു വാക്ക് മാറ്റൂല. ലച്ചു എന്താന്ന് വെച്ചാ കണ്ടുപിടിച്ചോ. ഓക്കെ ഓക്കെ. എന്തൊക്കെ നടക്കുമോ എന്തോ. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഇല്ലാതിരുന്ന ഇതെങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ട് പോവാം. ഞാൻ ഒരു കാര്യം പറയട്ടെ അമ്മ. എല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ ആ കാശ് നമ്മുടെ കയ്യിലിരിക്കും, അല്ലെങ്കിൽ അത് ഏതെങ്കിലും വഴി പോകും. അപ്പറഞ്ഞത് സത്യം. ദാറ്റ്സ് ട്രൂ. മകളിങ്ങ വേറൊരു കഥ പറഞ്ഞത്. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ ശ്രീക്കുട്ട. ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നാ മതിയാ, തീരുമാനം എടുക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടാ, നമുക്ക് മോളിൽ പോവാം. മോളിൽ പോയിട്ട് ഫുഡും കഴിച്ച് പർച്ചേസും കഴിഞ്ഞ് വരാം. എന്നാ പിന്നെ നമുക്കൊരു സിനിമയ്ക്കും കൂടെ പോവാം. അച്ഛൻ എന്തായാലും എസ് പറഞ്ഞ സ്ഥിതിക്ക് ഇതങ്ങനെ വിട്ടുകളയണ്ട. അച്ഛൻ്റെ സ്വഭാവമാ ഓന്തിനെ പോലെ മാറിക്കൊണ്ടിരിക്കും. ചേച്ചി, ഓന്തിന്റെ സ്വഭാവം അല്ല, നിറമാണ് മാറുന്നത്. അത് കേട്ടോ കേട്ടോ, ഓന്തിന്റെ നിറമാണ് മാറുന്നത്. ആ പറഞ്ഞത് ശരിയാണ് കേട്ടാ. ഓന്തുകൾ നിൽക്കുന്ന പ്രതലത്തിനനുസരിച്ചിട്ട് നിറം മാറും. ഓന്തുകളിൽ 100-ലേറെ തരം ഓന്തുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നിർത്തണ്ട അത് ഇതിൽ പറഞ്ഞോളൂ. നീ എവിടെ പോണു? പോവാതെ പിന്നെ ഇവിടെ ഓന്തിനെ പറ്റിയുള്ള ഗവേഷണത്തിന് വന്നിരിക്കണതല്ലോ. പറഞ്ഞാലോ മാമ, നമ്മുടെ സംസാരം മാറിപ്പോയി. എവിടെ സിനിമയ്ക്ക് എന്തോ പോണെന്ന് പറഞ്ഞില്ലേ? ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യും. അമ്മ ടിക്കറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ കാശ് വേണ്ടേ? ഇപ്പൊ ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ ടിക്കറ്റ്. അച്ഛാ, ടിക്കറ്റ് ഉണ്ടെന്ന് അവന് കാശിട്ട് കൊടുക്ക്. സിനിമയ്ക്ക് പോവാ. ഇന്ന് പോകുന്നുണ്ടോ? പിന്നെ പോവാതെ പിന്നെ. അതല്ല, എല്ലാവരുടെയും സൗകര്യം നോക്കണ്ടേ? പോണെങ്കിൽ പോകണം കേട്ടോ. എനിക്ക് ഇന്ന് പോകാനേ പറ്റുള്ളൂ, പിന്നെ ഞാൻ വിളിച്ചാൽ പറ്റില്ല. എന്നാ പോകാം, ബുക്ക് ചെയ്യ്. കഴിഞ്ഞ തവണ എനിക്ക് തലവേദന വന്നതാണ്. എന്നാ പിന്നെ വേറൊരു ദിവസം പോകാം. എന്താ അങ്ങനെ? അല്ല, തലവേദന എന്നല്ലേ പറഞ്ഞത്? അയ്യോ, അങ്ങനെയല്ല. കഴിഞ്ഞ തവണ ഫ്രണ്ട് സീറ്റ് ഇരുന്നോണ്ട് തലവേദന വന്നെന്നാണ് പറഞ്ഞത്. എന്റെ പൊന്നമ്മായി ഒന്ന് മിണ്ടായി. അച്ഛാ, അച്ഛൻ നൈസായിട്ട് ഇതിന്ന് ഊരാൻ നോക്കുവാണല്ലേ. ആര് ഊരാൻ നോക്കി? കുളത്തറ ബാലുവിന് ഒരൊറ്റ വാക്കേ ഉള്ളൂ. ആ വാക്കുകളൊക്കെ കുളത്തിലാവും. മനസ്സിലായില്ല? കുളത്തറയുടെ വാക്കുകളൊക്കെ കുളത്തിലാവുമെന്ന്. കേശു, ആ ഫോണിങ് എടുത്തേ.
ലച്ചുമോളെ ക്യാഷ് അയച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളപ്പോൾ ഞാൻ വീണ്ടും അയച്ചു തരാം. അച്ഛൻ എനിക്കിട്ടോ? ആ ഇട്ടു. ഇപ്പൊ വണ്ടി വേണ്ടേ എല്ലാവർക്കും കൂടെ പോവാൻ? അതെന്തായാലും ഒരു ടാക്സി വിളിക്കേണ്ടി വരും. ചേച്ചിയുടെ അംബാസഡർ ഉണ്ടായിരുന്നെ അതിലങ്ങ് പോവായിരുന്നല്ലേ. എന്നിട്ടാണ് വഴിക്ക് കിടക്കാൻ. അമ്മ അല്ലാണ്ട് കേശുവേ, നീ പറ്റുവാണെങ്കിൽ ഇപ്പൊ വേറൊരു വണ്ടി വിളി. ആദ്യം വിളിക്കാം. അതെല്ലാവരും പിരിഞ്ഞു പോയി. കൃത്യം 11 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കും. ഓക്കെ? ഓക്കെ. ഓക്കെ. ചേച്ചി ബാക്ക്ഗ്രൗണ്ട് നോക്കണേ. ബാക്കിന്ന് 5ാമത്തെ റോ ഉണ്ട്, അത് എടുത്താ മതിയോ? അത് മതി. ചേട്ടാ എടുത്തു നോക്ക്, അല്ലെങ്കിൽ അവസാനം ഇതൊന്നും നടക്കൂല. എന്തോന്ന് എടുത്തു നോക്കേ? നോക്കാൻ. ടാക്സിയാ? അത് നോക്കോ. എന്തടി നോക്കാം. നോക്കുവെന്ന് പറഞ്ഞിട്ട് മെർലിന്റെ ഫോട്ടോ ആണല്ലോ നോക്കുന്നത്. നീ മെറിലിന്റെ ഫോട്ടോ പോയിക്കൊണ്ടിരിക്കുവാണോ? ആ അല്ലേ, ഞാൻ മറ്റേ ടാക്സി ദീപാവലിക്ക് വന്നില്ലേ, ആ പുള്ളിയുടെ നമ്പർ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു, റേജ് ചേട്ടായി. ആ നമ്പർ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ അവളുടെ DP ഉണ്ട്, അപ്പം അങ്ങനെ നോക്കിയത്. ഞാൻ ഒരു കാര്യം പറയാം, അച്ഛൻ ഈ പോക്ക് എങ്ങനെയെങ്കിലും മുടക്കാൻ നോക്കുക, അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് പ്ലീസ്. അങ്ങനൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ. ആ കിട്ടി. ആ റേജ് ചേട്ടാവൂ. അണ്ണാ ഞാൻ കേശു. ഓ പിന്നെ അണ്ണ അന്ന് പറഞ്ഞില്ലേ, എന്തിനു ഓട്ടോനെ വിളിക്കാൻ പറഞ്ഞില്ലായിരുന്നു? അതാ വിളിച്ചത്. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും വന്നാൽ മതി. ഓ ഇവിടെ പറയണോ വീട്ടിൽ തന്നെ? ഓക്കെ ഏട്ടാ, ശരി ശരി. പിന്നെ അത് മതി, നമുക്ക് എടപ്പള്ളി വരെ ഒന്ന് പോകണം. എടപ്പള്ളി വരെ പോയിട്ട് ബാക്കി വേറെ പരിപാടിയൊക്കെ ഉണ്ട്. ചേട്ടാ ഒന്ന് ഫ്രീ അല്ലേ? ശരി ചേട്ടാ, ശരി. ലച്ചേ ടാക്സി ഒക്കെ പറ്റി എന്തെന്നെ എന്തെന്നെ? ഒന്നുമില്ല, ചുമ്മാ പോകുന്നു. ചുമ്മാ വന്നേ? ശരി എന്നാ പോടാ. ഞാൻ ഇവിടെ കാണും. എവിടെ? ഇവിടെ. എന്തിന്? എങ്ങോട്ട് പോണ? ടാക്സി എന്നൊക്കെ കേട്ട്. ടാക്സി? അതെ, അത് നമ്മുടെ ശങ്കരപ്പൂപ്പനും ചിറ്റപ്പനൊക്കെ വരുന്നുണ്ടേ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ടാക്സി. ഓക്കെ. ടിക്കറ്റാ? ടിക്കറ്റ് ടിക്കറ്റ് അവർ ഇത്രയും ദൂരം എന്നല്ലേ വരുന്നേ, അപ്പോ ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ്. ആ ഞാൻ വിചാരിച്ചേ നീ എന്ത് വിചാരിച്ചേ? ട്രെയിൻ ടിക്കറ്റ് ആണെന്ന്. ഞാൻ അകത്തുണ്ടോ? നിങ്ങൾ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ മതിയേ. പാറു വേണ്ടേ? കപ്പലണ്ടി വേണ്ടേ? പോടാ പാറു, ഇനി അത് കിട്ടൂല. വേണ്ടേ? നീ കഴിച്ചോ? താങ്ക്സ്. എനിക്കോ? എനിക്ക് വേണ്ട. നീ എന്നാ കപ്പലോട്ടേ കൊണ്ട് വീട്ടിൽ പോകടാ. പോണല്ലേ? ഞാൻ പോകണല്ലോ വീട്ടിൽ. പോണില്ല? ഫ്രണ്ട്സ് അല്ലടാ. ഫ്രണ്ട്സ് തന്നെ. ഫ്രണ്ട്സ് വാടാ, ചായ കുടിച്ചിട്ട് പോവാം. എവിടെ? ചായ കുടിച്ചിട്ട് പോവാം. ആര്? ഞാൻ ചായ കുടിച്ചിട്ട് പോവാന്ന്. എന്നാ പോ ചായ. അങ്ങോട്ടല്ലടാ, ഇങ്ങോട്ട് വാ. വേണ്ട വേണ്ട വേണ്ട, നമുക്ക് കേറിയിട്ട് ചായ കുടിച്ചിട്ട് പോവാം. നമുക്ക് കടയിൽ കയറി ചായ കുടിച്ചിട്ട് വരാം. എന്റെ വീട് ഇവിടെ ഇരിക്കുമ്പോ നമുക്ക് കടയിൽ പോയി ചായ കുടിച്ചാൽ എങ്ങനെ? വാ. ആരുടെ വീട്? ചായ കുടിക്കാം, വാ. അച്ഛനമ്മയൊക്കെ ഉണ്ടോ? ഈ ചെടിയൊക്കെ എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നത്? വെള്ളം ഒഴിക്കണ്ടേ? ഇതോ? ആ വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിച്ച് കറക്റ്റ് പരിപാലിക്കണ്ടേ? ആണോ? ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ? ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് അതിന് എന്ത് മൊത്തം സൗണ്ട് ആണല്ലോ. സൗണ്ടാ? അവന്മാരുടെ പണിയുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യണടാ? പോയില്ലടാ? പോയില്ലേ? ആര്? നീ? ഞാനെവിടെ പോകാനടാ? ഞാൻ ചെടിക്ക് വെള്ളം കഴിച്ചു. CC പ്ലാന്റ് അത്രയും വെള്ളം ഒഴിച്ചു. അത്രയും വെള്ളം ഒഴിച്ചൂടെ? ഒഴിച്ചൂടാ? അളിഞ്ഞുകൂടാ? അളിഞ്ഞു പോവാ? കൊള്ളാലോ, നല്ല ചെടി. അമ്മ വളരെ ആഗ്രഹിച്ച വളർത്തണയാണ്. ചട്ടിയുടെ തലക്കടിച്ചേരി മാറും. പോണില്ലടാ? എവിടെ? വീട്ടിൽ പോടാ. ഞാനേ വീട്ടിൽ ചെറിയൊരു പ്രശ്നമായിട്ട് ഇറങ്ങിയതാ. നിങ്ങൾ അങ്ങോട്ട് പോകണം, ഞാനും കൂടി വന്നാലോ? സിനിമയ്ക്കാണോ? ഞങ്ങൾ സിനിമയ്ക്കൊന്നുമില്ല. പിന്നെ നമ്മള് മാമാ മാമൻ അങ്ങോട്ട് പോണ്? മാമ നമ്മൾ എങ്ങോട്ട് പോണ്? നമ്മള് എവിടെ പോണ്? സിനിമയ്ക്ക് പോവാ? അല്ലല്ല, സിനിമയ്ക്കാണോ? മരണത്തിന് പ്രശ്നം അഡ്ജസ്റ്റ് ചെയ്യും. നമ്മള് മറ്റേ ആ ചേട്ടല്ലേ, ഇവിടുത്തെ ഒരു ചേട്ടൻ മരണത്തിന് പോകണം. ആണോ? ഇന്ന് ഞാനും കൂടി വരാം, രസമല്ലേ? മരണത്തിന്? രസമുള്ള പരിപാടിയാ.
ഫാമിലി ആയിട്ട് പോകുമ്പോ നീ എന്തിനു പറഞ്ഞു? നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് പോവാന്ന്. അമ്മ എവിടെ? അമ്മാ അമ്മാ അമ്മേ ഇല്ല, അവന്റെ അമ്മ. ആന്റി ആന്റി, നീലു ആന്റി. ഓ, ആന്റി റെഡി ആയിട്ട് നിൽക്കാണോ? ഞാൻ റെഡി ആയിക്കാ. അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് പോകാനുള്ള പരിപാടിയല്ലേ? എന്നാ പിന്നെ നിങ്ങൾ പോയിട്ട് പോവാ, ഞാനിവിടെ നിൽക്കാം. അല്ല, എനിക്ക് പേടിയൊന്നുമില്ല, ഞാനിവിടെ നല്ല വീടിനൊരു കാവലൊക്കെ വേണ്ടേ. ലച്ചു, ഒരു ടിക്കറ്റും കൊണ്ട് ഉണ്ടോന്ന് നോക്ക്. ഞാൻ നേരത്തെ നോക്കിയായിരുന്നു, അപ്പൊ ഹൗസ്ഫുള്ളാ കാണിച്ചു. മാമാ, ഏത് പറഞ്ഞ വീട്ടിൽ ഹൗസ്ഫുൾ ടിക്കറ്റും ഒക്കെ? ഡേ, നീ കൂടെ വേണേല്ലേ? ഞങ്ങൾ പോയിട്ട് വരാം. മാമ എല്ലാം റെഡിയാ? ഇവനെന്താ ഇവിടെ? അങ്കിൾ, ഏ? അങ്കിളിനെ ഞാനൊരു അച്ഛനെ പോലെ അല്ലേ കാണുന്നത്? അച്ഛനെ പോലെ? ആ. നീ എന്നെ അച്ഛനെ പോലെ ഒന്നും കാണുന്നത് വേണ്ട. ആ, എന്താ അങ്കിള്? കാണണ്ടെന്ന് പറഞ്ഞാൽ കാണണ്ട. ശേ അങ്കിൾ, അങ്ങനെ സംസാരിക്കല്ലേ അങ്കിൾ. പിന്നെ എങ്ങനെ സംസാരിക്കണം? ഇവരെല്ലാരും കൂടിയേ ആ, മരണ വീട്ടിലോ ഏതാണ്ട് ഹൗസ്ഫുൾ ടിക്കറ്റ് അങ്ങനെ എന്തെല്ലാം എടുത്തിട്ട് മരണ വീട്ടിൽ പോകുന്നു. ഹൗസ്ഫുൾ ടിക്കറ്റ് എടുത്തിട്ട് മരണ വീട്ടിൽ പോകുന്നു. ആ മാമ, എനിക്ക് മനസ്സിലായി മരണ വീട് ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞു. ഇവരെല്ലാം കൂടി പ്ലാൻ ചെയ്ത് സിനിമയ്ക്ക് പോകാം അങ്കിൾ. ഇവൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? ഇവർ സിനിമയ്ക്ക് പോകണേ. അതാ പുറത്താണേ മഴയും പെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവരും കൂടി ഇനിയിപ്പോൾ എങ്ങനെ പോകാനല്ലേ അങ്കിൾ? പോകേണ്ടവർ വീട്ടിലല്ലെങ്കിൽ ഒന്നാമത് പ്രശ്നമായിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. ഈ ചേച്ചി അല്ല ഈ അമ്മായി എന്നെ ഇറക്കി വിടാൻ നോക്കി. അങ്കിൾ കേൾക്കണം, എല്ലാ കാര്യത്തിനും ഇവൻ എന്നെ വിളിച്ചുകൊണ്ട് പോകും. ഭക്ഷണം കഴിക്കാനായാൽ, ബാക്കി ബസ് പോകുമ്പോൾ ടിക്കറ്റ്, പിന്നെ ചായ, സിനിമയ്ക്ക് പോയാൽ പോപ്കോൺ, ഇതെല്ലാം ഞാനാ വാങ്ങിച്ചു കൊടുക്കുന്നത്. അങ്ങനെ കാശ് കൊടുക്കണോ? കാശ് നീ തരുന്നു, ഞാനല്ലേ വാങ്ങിച്ചിരുന്നേ. എന്നിട്ട് ഈ കാര്യം മാത്രമേ ഇവൻ എന്നോട് പറഞ്ഞില്ല. എന്നാൽ നിങ്ങൾ എല്ലാവരും കൂടി സിനിമയ്ക്ക് പോകാൻ എനിക്കും കൂടി ടിക്കറ്റ് എടുത്ത് എന്നെയും കൂടി കൊണ്ടുപോകും. ഞാൻ വീട്ടിലൊരുമാതിരി പ്രശ്നമായിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. നീ വരൂ, ഇറക്കി വിടാനും നോക്കി. വരൂ. ആദ്യം നിന്റെ പ്രശ്നം പരിഹരിച്ചിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. ശരിക്കും ശരിക്കും വരൂ. നീ ഡ്രസ്സൊക്കെ മാറ്റിയാ? പിന്നില്ലാണ്ട് എന്ത് കാര്യം? എന്തായാലും പോലെന്ന് ഉറപ്പാ. പിന്നെ എന്തിനാ ഡ്രസ് ഇടണേ? ഹലോ, ആ അച്ഛാ, ഇല്ല ഇറങ്ങിയിട്ടില്ല. ആ, ഇറങ്ങുമ്പോ ഞാൻ അച്ഛനെ വിളിച്ച് പറയാം. ശരി, ആയിക്കോട്ടെ. എന്തടേ? കുഴിപ്പള്ളത്തെ അച്ഛൻ അറിയാതെ ഞാൻ ആ ഫാമിലി ഗ്രൂപ്പ് ഇത് പറഞ്ഞു പോയി, നമ്മൾ സിനിമയ്ക്ക് പോവാന്ന് എല്ലാരും കൂടെ ചേർത്ത്. അതോടെ വിളിയോട് വിളി, എപ്പോ പോകും, എങ്ങനെ പോകും, ഏത് സിനിമയ്ക്ക് പോകുന്നു. അയ്യോ, ചേച്ചി പ്രതീക്ഷ കൈവിടല്ലേ, നമുക്ക് പോവാം. ഓ, നിനക്ക് ഇപ്പോഴും പ്രതീക്ഷിക്കണ്ടല്ലേ? അമ്മായി എനിക്ക് ഈ പോക്കോൺ വാങ്ങിച്ചു തരാന്ന് ഏറ്റിരിക്കേ. ഡേ, കേശു അവനോട് സംസാരിക്കാൻ പോയിട്ടുണ്ടല്ലോ, നമുക്ക് നോക്കാടേ. നീ കുഴിപ്പള്ളത്തൊന്ന് വിളിക്കുന്നു, എനിക്ക് പ്രാന്താവുന്നുണ്ട്. അവന്റെ ഒരു കാര്യം എന്തായടാ? എന്തായി? അവൻ അവിടെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കണെന്ന്. അപ്പൊ കാര്യമൊക്കെ സോൾവ് ആയിരിക്കും അല്ലേ? അയ്യോ, അവന്റെ പ്രശ്നം വെച്ച് രാജ്യത്തുള്ള എല്ലാ കാര്യവും പറയുന്നുണ്ട്. പിന്നെ അച്ഛന്റെ കാര്യം അറിയാലോ, സംസാരിക്കാൻ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ കാര്യവും പറയും. ഡേ, നമുക്കൊരു കാര്യം ചെയ്യാം. നീ അവന്റെ വീട്ടിൽ വിളിച്ച് സംസാരിച്ചു, എന്താണ് കാര്യം എന്നറിയാലോ? അതൊരു ഐഡിയ ആണ് കേട്ടോ. ഇവ എന്തിനു വന്നേന്നറിയല്ലേ. ആ ചേട്ടോയ്, ഞാൻ കേശുവാ. പിന്നെ നമ്മുടെ ചീനുല്ലേ, അവൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ. എന്താണ് സംഭവം? ആ ചേട്ടാ, ആ ഓ ശരി ചേട്ടാ. ആ ആ ആ എന്ത് എന്താ പറഞ്ഞ? എൻ്റെ ചേട്ടൻ ഭയങ്കര കലിപ്പിലാണ്. ഓ, അപ്പൊ അവിടെ വീട്ടില് പ്രശ്നമാണ്. എന്തോ വലിയ തൊപ്പിച്ച് വെച്ചിട്ടാണ് അവൻ വന്നേക്കണത്. എന്തായാലുവേ ബാലിച്ചേട്ടൻ പറഞ്ഞൊരു തീരുമാനം ഉണ്ടാക്കും, നമുക്ക് നോക്കാം. എനിക്ക് 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 ഇറങ്ങി ഓടാൻ തോന്നുന്നുണ്ട് ഇവിടെ നിന്ന്. കുഴിപ്പള്ളം അവള് ഭയങ്കര കൽപ്പിലാണ്. നീ എങ്ങനെയെങ്കിലും പറഞ്ഞ് സോൾവ് ആക്കാം അവന്റെ കാര്യം. നോക്കുന്നുണ്ടല്ലോ. ചേട്ടാ, എന്റെ പോക്കോൺ. പോക്കോണാ പെണ്ണേ, ഇവിടെ പുരകത്തുമ്പോഴാണ് അവളുടെ പോക്കോൺ. നീ പോയാ ഇവിടുന്ന്. അല്ലെ ഇവിടെ പോക്കോണ്ട സംഭവം എന്തോ? അത് ഞാൻ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ്. അത് എല്ലാ കാര്യവും ഉണ്ടായിരുന്നു നിനക്ക്. ഇതിനെന്തോ സംഭവിച്ചേ? എന്താ നിനക്ക് എന്തൊക്കെ അറിയണം? ചേച്ചി എന്തിനാ ഡ്രസ് മാറിയേ? ഇതെന്തിനാ ഡ്രസ് മാറിയേ? എനിക്ക് അറിഞ്ഞൂടാ. അല്ല പോണ്ടേ അപ്പോ? നമ്മള് പോവും. അവനെ പറഞ്ഞു വിട്ടാ പോവല്ലോ. ആ പറഞ്ഞിട്ടാ പോവാ. അവനെ അമ്മായി ഒന്ന് സഹായിക്കൂ. ഞാൻ എന്താണ്, എനിക്ക് അവര് കാര്യം അറിയാമോ? വീട്ടിൽ വിളിച്ചു ചോദിച്ചാൽ അവര് കാര്യം പറയണല്ലോ. എടാ, ഇതിപ്പോ അവന്റെ ചേട്ടൻ പറഞ്ഞ അവനെ വീട്ടിലോട്ടൊന്നും വിടണ്ടെന്നാണ്. വന്നു കഴിഞ്ഞാൽ അവനെ തല്ലിക്കൊല്ലുന്നാണ് പറഞ്ഞേക്കണത്. എന്തോ വലിയ പരിപാടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. വീട് കത്തിച്ചേനി ഇപ്പൊ അവന്റെ സ്വഭാവത്തിന് ഉണ്ടാവോ? ആർക്കറിയാം. തുണിയും വെച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റാലി അടിക്കണ സംഭവം എന്തുവാ? എന്താ എന്താ? ഒന്നുമില്ല. നീ എന്തിനാ ഡ്രസ് എടുത്തു അങ്ങോട്ട് പോയത്? ഡ്രസ് എടുത്തു അങ്ങോട്ട് പോയത്? ആ, എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നി, ഞാൻ പോയി തിരിച്ചു വരാൻ തോന്നി, ഞാൻ കൊണ്ടുപോയി വെച്ച്. അതിനിപ്പോ എന്ത്? പോണ്ടേ, സിനിമയ്ക്ക് പോണ്ടേ? ആ, പോണില്ല. ചേച്ചി ഡ്രസ് മാറിയ സ്ഥിതിക്ക് നമുക്കും ഡ്രസ് മാറിയാലോ.
ഈ പെണ്ണിന്റെ അപ്പൊ നിനക്ക് സിനിമയ്ക്ക് ഉണ്ട് പോണം. പിന്നെ എന്തിനു ഡ്രസ്സ് മാറ്റണം? അമ്മ ഈ പോക്കാൻ വാങ്ങിച്ചേരണം. എവളുടെ പോപ്കോൺ അമ്മായി ഒരു വലിയ ബാരല് പോപ്കോൺ മേടിച്ച് കൊടുക്കണേ, തിന്നട്ടെ അവള് കേട്ടോ. ഞാൻ അവൻ പോകുന്നുണ്ടോ ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. ഇതിപ്പോ എന്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ചാന്ന് തോന്നുന്നല്ലോ. നമ്മളിങ്ങനെ നോയിക്കൊണ്ടിരുന്ന കാര്യം വല്ലതും നടക്കുവോ? ഡേ ആ ചെറുക്കൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കടാ. എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറഞ്ഞിരുന്നാൽ പിടിച്ച് വലിച്ച് ഇറക്കി വിടാൻ പറ്റുമോ? ഇവിടെ നിന്റെ ഫ്രണ്ട്സ് എല്ലാം എങ്ങനെ തന്നെടേ? അമ്മ ബാക്കിയുള്ളവരൊന്നും കുഴപ്പമില്ല, അവൻ മാത്രമേ അങ്ങനെ ഉള്ളൂ. മതിയല്ല, അളിയും ചിലപ്പോൾ ഇതൊരു അവസരമായിട്ട് ഉപയോഗിക്കുകയായിരിക്കും പോവാതിരിക്കാൻ. ചെറുക്കന് എന്തടേ ഇവനാണ് എല്ലാം ഓരോന്നൊക്കെ ഒപ്പിച്ചു വെക്കണത്. ചേച്ചി എന്തൊന്നും ഉണ്ടായിക്കണേ? എന്നോട് ആ കൊച്ചിന് ചായ ഇട്ട് കൊടുക്കാൻ പറഞ്ഞേക്ക. അത് ശരി, അപ്പൊ ചായ ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ചായ ഇട്ട് കൊടുക്കാൻ പറയുമ്പോ ചായ ഇട്ട് കൊടുക്കണ്ടേ? അച്ഛൻ അവിടെ കിടന്ന് ചാടനാണ്ടില്ലേ? ഇതിപ്പോ ഇവനെ രാവിലത്തെ ചായ, ഉച്ചക്കത്തെ ഊണ്, രാത്രിയിലത്തെ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടറാ. ഞാൻ അവനോട് 68 നോക്കിയിരുന്നു, പുറത്തുനിന്നും പറഞ്ഞു അകത്തുനിന്നും പറഞ്ഞു ഉള്ള സ്ഥലത്തുനിന്ന് മൊത്തം പറഞ്ഞു. ഞാൻ പറയണമെന്ന് പോകണമെന്നില്ല. ഞാൻ അവസാനം ഗതി കിട്ടിയിട്ട് എന്ത് പറഞ്ഞെന്നറിയോ? അമ്മായിക്ക് വൈറൽ ഫീവർ ആന്ന് അവർ പറഞ്ഞു. എന്തേ വൈറൽ ഫീവർ എന്ന് പറഞ്ഞല്ലോ, വേറൊന്നും പറഞ്ഞില്ലല്ലോ ചേട്ടാ. കഷ്ടം തന്നെ. ഇനി ഇവിടെ കിടന്ന് വേളം വെക്കും, അവൻ കൂടി ചാടിക്കറി വരും. വൈറൽ ഫീവർ എന്നല്ലേ പറഞ്ഞോളൂ. നിനക്ക് ഇത്ര പ്രോബ്ലം എന്ത്? വൈറൽ ഫീവർ എന്ന് പറയണെന്തിന് വെറുതെ? അവനെ ഒഴിവാക്കി വിടണ്ടേ? എന്നാ ശ്രീക്ക് നിനക്കാണെന്ന് പറഞ്ഞാ പോരെ, എനിക്കാണെന്ന് പറയണതിന്? ഞാൻ വൈറൽ ഫീവർ എന്നല്ലേ പറഞ്ഞുള്ളൂ. അത് മാത്രമല്ല 2-3 ദിവസമായിട്ട് കൊക്കൊക്കെ ചോദിച്ചോണ്ട് നടക്കില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല, തെറ്റൊന്നുമില്ല. അയ്യടാ അത് വെറും കോൾഡ്, ഇത് വൈറൽ ഫീവർ, വ്യത്യാസമുണ്ട്. പിന്നെ കോൾഡ് അവിടെ വൈറൽ ഫീവർ അതിനാണ് അമ്മ ചുമ്മാ കളിക്കില്ലേ. കളിക്കല്ലേ? അവനെ പറഞ്ഞു അമ്മായി എന്നല്ലേ പറഞ്ഞത്. എനിക്ക് വൈറൽ ഫീവർ നീ പറയണേ. എന്റെ തന്യന്തരം കുഴപ്പമെന്നൊക്കെ പറഞ്ഞു. അമ്മ ഇത് വഴക്കൂടാതെ നിങ്ങൾ അളിയന്റെ അടുത്ത് ചെല്ല് അങ്ങോട്ട് ചെന്ന് അളിയൻ്റെ അടുത്ത് സംസാരിക്കില്ലേ? എന്ത് ചെല്ലാൻ, എന്ത് സംസാരിക്കാൻ? അച്ഛൻ അവിടെ സൈഡിലെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോണില്ലേ? എല്ലാരും കൂടെ ഇവിടെ ഇല്ലേ? എന്നാ പിന്നെ പാവടു. സെറ്റിലെ എല്ലാ പണിയും അങ്കിൾ തന്നെയല്ലേ ചെയ്യുന്നേ? സൈറ്റിലെ എല്ലാ പണിയും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ഇതുകൊണ്ട് അങ്കിളെ ഞാൻ പഠിക്കാൻ പോകത്ത്. പഠിച്ച് നമ്മൾ നല്ലൊരു ജോലി വാങ്ങി പിന്നെ വീട്ടുകാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്ത പോലും ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ അങ്കിളാണ് എൻ്റെ റോൾ മോഡൽ. യേശു കണ്ടു പഠിക്കടാ. അളിയ എന്തോന്നാണ് അളിയന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? പോണ്ടേ, വാക്ക് പറഞ്ഞല്ലേ. ഈ പയ്യനോട് ഇരിക്കല്ലേ, പിന്നെ എങ്ങനെ പോവും? പോണോക്കി എവിടെ കൊണ്ട് കളയാം. കളയാൻ എന്താ വല്ല പൂച്ച കുഞ്ഞല്ലോ ആണ്? അവന് വിഷമം വരില്ലേ? അവന്റെ വിഷമോ? എന്നിട്ട് അച്ഛൻ ഇവിടെ കണക്ക് നോക്കിയിരിക്കുകയാണല്ലോ. സൈറ്റിലെ കുറെ കണക്ക് നോക്കാണ്ട് മക്കളെ. ഇവിടെ ഇപ്പൊ എന്താണ് സംഭവിക്കണത്? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇങ്ങനെ തന്നെ ആവുമെന്ന്. ആരും എന്നെ വാക്ക് കേട്ട് വിഷം കിട്ടി ഇറങ്ങിയ നമ്മളാര്? ചേട്ടാ സമയം കളയണ്ട ഏട്ടാ, നമുക്ക് പോവാം. ഇനിയിപ്പോ പോയിട്ടെന്തിനാ? എന്തായാലും പോക്ക് കിടക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ ഡ്രസ്സൊക്കെ മാറി. അങ്കിളെ ഞാൻ എല്ലാവരോടും ഇപ്പോഴും പറയുന്നത് എന്താ വിചാരിച്ചാൽ നിങ്ങൾ എല്ലാവരോടും സിനിമയ്ക്ക് പോയിക്കോളൂ, ഞാൻ അവിടെ ഇരുന്നോളാം. അതാവും വീടിനൊരു കാവലൊക്കെ ആവുമല്ലോ. അറിഞ്ഞ് വിടളിയ അങ്ങോട്ട്. സത്യത്തിൽ എന്താണ് നിന്റെ പ്രശ്നം? നീ വീട്ടിൽ പോണില്ലേ? അവനെ വീട്ടിൽ കയറ്റുന്നില്ലെന്ന്. അളിയ ചുമ്മാരി നീ പറ. സംഭവം എന്താണെന്ന് വെച്ചാൽ അന്ന് രാവിലെ വീട്ടിൽ ചേട്ടന് കഴിക്കാൻ വേണ്ടി വെച്ചൊരു പഴംപൊരി ഞാനെടുത്ത് കഴിച്ച സമയത്ത് അതും പിന്നെ കുറച്ച് ചായ തട്ടി മറിഞ്ഞു പോയി ടേബിളിൻ്റെ മുകളിൽ. അതാണ് പ്രശ്നമായത്. ചായ മറിഞ്ഞ പ്രശ്നം എന്താണ്? പഴംപൊരി കഴിച്ചതിന്റെ പ്രശ്നം എന്താണ്? തുടച്ചാ പോരെ, അത് പോവില്ലേ? തുടച്ചതാ പ്രശ്നമായത്. ഞാൻ ഈ പഴംപൊരിയിൽ നിറച്ച എണ്ണ ഉണ്ടാവില്ലേ, ചേട്ടൻ ടേബിളിൻ്റെ മുകളിൽ കുറേ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പേപ്പർ എടുത്തിട്ട് പഴംപൊരിൻ്റെ നടുക്കങ്ങ് പിടിച്ച് ഞെക്കി. ഇപ്പൊ എണ്ണ പോയാ? എണ്ണ മൊത്തം പോയി. പക്ഷെ അത് ചേട്ടൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അപ്പോൾ എന്നെ അടിക്കാൻ വന്നപ്പോൾ അറിയാണ്ട് ചായ ടേബിളിൻ്റെ മുകളിൽ മറിഞ്ഞു. പിന്നെ മുട്ടൻ പ്രശ്നമായി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അതിപ്പോ അറിയാതെ പറ്റിയല്ലോ മോനെ. സംഭവം അറിയാതെ പറ്റിയാണല്ലോ, സർട്ടിഫിക്കറ്റ് അല്ലേ. ഞാൻ ഈ എല്ലാ വിഷമവും കൊണ്ട് നേരെ അവിടെ വന്ന് ഇവനോട് പറയാം, അല്ലെങ്കിൽ അങ്കിളിനോടും ആൻറ്റീനോടും പറഞ്ഞ ഒരു സമാധാനം കിട്ടും വിചാരിച്ച് നേരെ ഇങ്ങോട്ട് വന്ന് പറയാൻ വന്നപ്പോഴാണ് എല്ലാവരും കൂടി സിനിമയ്ക്ക് പോകുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളൊന്നും അല്ലല്ലോ, സിനിമയ്ക്കല്ലേ വരുന്നത്. നിങ്ങൾ ആരാന്ന് വെച്ചാൽ സിനിമയ്ക്ക് പോയിക്കോളൂ, കുഴപ്പമില്ല. ഞാനതാ പറഞ്ഞത്, നിങ്ങൾ പോയാലും ഞാൻ ഇവിടെ ഇരുന്നോളാന്ന്. അത് വിഷമായല്ലോ. ലച്ചു ടിക്കറ്റ് വേണോ? ഹൗസ്ഫുൾ. ഞാൻ നോക്കിയായിരുന്നു. ഒരു കാര്യം ചെയ്യൂ, എൻ്റെ ടിക്കറ്റ് അവന് കൊടുക്കും. ആ വരും. അങ്ങനെ അളിയാ? അളിയല്ലാതെ പിന്നെ അങ്ങനെ? എന്നാ പിന്നെ ഞാനും വരണില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞില്ല, നിങ്ങളെല്ലാവരും കൂടെ പോയി, അതാണ് നല്ലത്. ശ്രീലാതെ ഞാനും ഇല്ല.
പോവുകയാണെങ്കിൽ എല്ലാവരും കൂടെ അങ്ങ് ഒരുമിച്ച് പോയാൽ മതി, അല്ലെങ്കിൽ ആരും പോണ്ട. നമുക്ക് വേറൊരു ദിവസം പോവാം. പ്രശ്നം തീർന്നില്ലേ? പിന്നെ അങ്ങനെ ആവട്ടെ. എന്നാൽ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടാ. എൻ്റെ വീട്ടിൽ ഏതായാലും അടിയും വഴക്കും ഒക്കെ ആയി ചേട്ടനും അമ്മയും അച്ഛനൊക്കെ ആയിട്ട് ഭയങ്കര കലിപ്പിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങളാരും പോകാത്ത സ്ഥിതിക്ക് ആ ടിക്കറ്റ് എനിക്ക് തന്നാൽ ഞാനും അമ്മയും അച്ഛനും എല്ലാവരും കൂടി പോയി ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾ തിരിച്ചു വരുമല്ലോ. നിങ്ങൾ പോകുന്നില്ലല്ലോ, അപ്പോൾ ആ ടിക്കറ്റ് എനിക്ക് തരും അങ്ങളെ. എന്നാ ആ ടിക്കറ്റ് അവൻ അയച്ചു കൊടുക്ക്. ലച്ചു അവൻ അയച്ചു കൊടു. അങ്ങളെ താങ്ക് യു, ആൻറ്റി താങ്ക് യു, എല്ലാവരോടും താങ്ക് യു. കപ്പ അവിടെ വെച്ചിട്ട് പോണേ. താങ്ക് യു. ടിക്കറ്റ് ഞാൻ മെസ്സേജിൽ അയച്ചിടാം. അയച്ചാൽ മതി. പോക്കോട്ടെ. പോടാ പോട്ടേടാ. പോടാ വീട്ടിൽ പോടാ. അല്ല ഇനിയിപ്പം എന്തായാലും ഇതോ പൊളിഞ്ഞ് വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോവല്ലേ? എന്തായാലും ടാക്സി ഉണ്ടല്ലോ അല്ലേ? ടാക്സി പറയാൻ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ വന്നിട്ട് തിരിച്ചിട്ടുണ്ടല്ലേ? എവിടെയെങ്കിലും പോവാ. അങ്കിളെ ഒരു മിനിറ്റേ, നിങ്ങൾ ഏതായാലും സിനിമയ്ക്ക് പോകുന്നില്ലല്ലോ. ഈ ടാക്സി ബുക്ക് ചെയ്തായിരുന്നു എന്ന് കേട്ടിരുന്നു. ആ ടാക്സിയും കൂടെ എനിക്ക് തരാൻ പറ്റുമോ? ഒന്നും തരാൻ പറ്റുമോ കിട്ടും മാമ? വാ. ശരിക്കും? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.